ഇനിയൊരു കൂടിക്കാഴ്ചയില്ലല്ലോ, ഇനിയൊരു കൂടിക്കാഴ്ച ദുനിയാവിലില്ലല്ലോ. വീട്ടിലുള്ള ബിരിയാണി ചോറ് വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മയോട് പള്ളിയിലേക്ക് യാത്ര പറഞ്ഞുപോയ പ്രിയപ്പെട്ട റാഷിദെന്ന പെണ്ണുവോ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പഠിച്ചു വെച്ചോ, മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. പള്ളിയിലേക്ക് കടന്നുപോയ റാഷിദനോ പൊന്നല്ലൂരിലെ ചെറിയ തെരുവിലേക്ക് തിരിച്ചു വന്നതെങ്ങനെയാ? ആംബുലൻസിലല്ലേ കടന്നു വരുന്നത്? എങ്ങനെയാ പ്രിയപ്പെട്ടവരെ സഹിക്കാൻ കഴിയുമോ? മരണവാർത്ത അറിഞ്ഞതുമുടെ ഞാനും എന്റെ കൂട്ടുകാരൻ സുഹൈല് റാഷിദെന്ന പെണ്ണുമോന്റെ വീട്ടിലേക്ക് പുറപ്പെടുകയാ. താങ്ങാൻ കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ റാഷിദ് മോന്റെ മരണവാർത്ത അറിഞ്ഞപ്പോ. കാരണം എപ്പോഴും കണ്ടുമുട്ടുന്നവരാ, എപ്പോഴും ദീനിന്റെ വിഷയത്തിൽ മീറ്റിംഗ് കൂടുമ്പോ കണ്ടുമുട്ടുന്ന പ്രിയപ്പെട്ട റാഷിദ് മോ മരണപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോ മനസ്സിന് വല്ലാത്ത വേദനയാ. രണ്ടരക്ക് ഞങ്ങൾ റാഷിദ് മോന്റെ വീട്ടിലേക്ക് എത്തിയപ്പോ, പൊങ്ങല്ലൂര് ഭാഗത്ത് ഞങ്ങൾ എത്തിയപ്പോ എത്ര മോമിനിങ്ങളാ പരിസരത്ത് ഒരുമിച്ച് കൂടി എന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ബന്ധുക്കൾ ആ ഭാഗത്തുണ്ട്. അവരെ പറയുകയാ, മോനെ ഇന്നവരെ ഈ പരിസരത്ത് ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടിട്ട് ഇത്രയും അധികം ജനബാഹുല്യമുണ്ടായിട്ടുണ്ടെങ്കിലോ അത് ഈ ചെറുപ്പക്കാരന്റെ മരണമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് ആ പ്രദേശത്തേക്ക് കടന്നു വന്നത്? ഇന്നവരെ റാഷിദ് മോനെ കണ്ടുമുട്ടാത്തവരുണ്ടാവാ, ഇന്നവരെ റാഷിദിന്റെ മുഖം കാണാത്തവരുണ്ടാകാം. അതെന്തിന്റെ പേരിലാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിരിച്ചു പോകുന്നത് 6:15 റാഷിദ് മോന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോരുന്നത് മയ്യത്തെത്തുന്നത് 7:00 നമസ്കാരത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് തിരിച്ചു പോരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിക്കോ, 40 യാസീന വീട്ടിൽ ഓതിയിട്ടുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ കടന്നു വരുമ്പോ ഓരോരുത്തരും വന്നിട്ട് ഇങ്ങനെ യാസീൻ ഓതുകയാണ്. ഓരോ ആലിമീങ്ങളെ കടന്നു വരുമ്പോ ഓരോ ആലിമീങ്ങളും ഇങ്ങനെ ദുആ ചെയ്യുകയാ. ഇവരാരാണ് എന്റെ പ്രിയപ്പെട്ടവരെ? ഇതുവരെ പരിചയമില്ലാത്തവരാണല്ലോ. ഇനി എന്തിന്റെ പേരുള്ള പരിചയമാ സഹോദരാ? SSF എന്ന സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചപ്പോ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ജില്ലയുടെ 4 ഭാഗത്തു നിന്നും ഓടിയെത്തിയില്ലേ? ഇതല്ലേ നമുക്കുള്ളത്? അസ്രായേൽ വന്ന് റഹ് കൊണ്ടുപോകുമ്പോ നമ്മുടെ വീടില് നമ്മുടെ മണിമാളിക പോലത്തെ വീട് നമ്മൾ കൊണ്ടുപോകില്ലല്ലോ. നമ്മുടെ സമ്പത്ത് നമ്മൾ കൊണ്ടുപോകൂല, നമ്മുടെ വാഹനം നമ്മളെ കൊണ്ടുപോകൂല. നമ്മൾ പാതിരാ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യേണ്ടത് എന്തിനാ? അസ്രായേൽ കടന്നു വരേണ്ട നല്ല രൂപത്തിൽ കടന്നു വരണേ അല്ലാഹ്. നമ്മൾക്കതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. കൊണ്ടുപോകാനുള്ളതെന്താ? അസ്രായേൽ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റൂഹ് കൊണ്ടുപോകുന്നതെന്താ? 6 അടി മണ്ണിൽ കിടക്കുന്നവരല്ലേ നമ്മള്? പന്തപ്പള്ളി മഹലില് 6 അടി മണ്ണ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആ 6 അടി മണ്ണിന്റെ ഉള്ളിൽ നടക്കുന്ന അത്ഭുതങ്ങൾ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീ കണ്ടിട്ടുണ്ടോ? അമ്മ നീ കണ്ടിട്ടുണ്ടോ? ചെറുപ്പക്കാരാ, നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഉപ്പമാരെ. അതിന്റെ അകത്തളങ്ങളിൽ കിടക്കുന്ന അത്ഭുതങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദീകരിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ സമയത്ത് കൊണ്ടുപോകാ. നീ നമസ്കരിച്ചു വെച്ച നമസ്കാരം മാത്രമാ പൊന്നുമോനെ, നീ ഓതി വെച്ച ഖുർആൻ മാത്രമാ, നീ ചൊല്ലിവെച്ച സ്വലാത്ത് മാത്രമാ. അതിന്റെ സദസ്സിലേക്ക് കൊടുത്ത സംഭാവനയുണ്ടല്ലോ, നമ്മൾ പഠിച്ചു വെച്ച നാഫിയായ ഇൽമുണ്ടല്ലോ, അത് മാത്രമാണ് നാളെ ഖബറിലേക്കുള്ളത്. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ധാരാളം സാധുവായ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടാ. നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. റാഷിദ് മോന്റെ ഖബർ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ, അല്ലാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്ന് ധാരാളം ചെറുപ്പക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. പ്രവർത്തകന്മാർ, ഗുരുനാഥാക്കന്മാർ, മാതാപിതാക്കൾ, അല്ലാഹു എല്ലാവരുടെ ഖബറും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. പന്തപ്പള്ളി മഹലിൽ മറവട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങളെ ഖബർ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. ഈ സ്വർഗത്തിന്റെ പൂന്തപ്പ് അല്ലാഹുവേ ആ ഖബറാളികൾക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. നാളെ ഞങ്ങളും മാറടി മണ്ണിന്റെ ചുവട്ടിൽ കിടക്കുമ്പോൾ ഇതുപോലെ പ്രാർത്ഥന ലഭിക്കുന്ന ഭാഗ്യവന്മാർ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾക്ക് അതിനുള്ള മക്കളെയും നീ നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവസാനം റൂഹിനെ കൊണ്ടുപോകുമ്പോ റൂഹ് തൊണ്ടൻകുഴിയിലെത്തിയപ്പോ അല്ലേ, ശരീരത്തിൽ നിന്നിങ്ങനെ പിരിഞ്ഞ് അവസാനം തൊണ്ടൻകുഴിയിലെത്തി. ആ സമയത്താണ് ഖാബിലുൽ അർവാഹ് ഇങ്ങനെ ഇറങ്ങി വരുന്നത്.
കാരണം തൊണ്ടൻകുഴിയിൽ നിന്ന് റൂഹിനെ പറിച്ചെടുക്കണമെങ്കിൽ അത് കഴിവുള്ളത് ഒരേ ഒരു മലക്കിനാ, അത് മഹാനായ മലക്ക് അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നത് എങ്ങനെയാണ്? പഠിച്ചു വെച്ചോ. ഈ ദുന്യാവിൽ നിന്ന് നമസ്കാരം ഒഴിവാക്കാത്തവരാണെങ്കിൽ, പടച്ചു തമ്പുരാനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ അസ്രായീൽ കടന്നു വരുന്നത് എങ്ങനെയാണെന്നറിയോ? നല്ല രൂപത്തിലാ കടന്നു വരുന്നത്. നല്ല വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട്, നല്ല വെളുത്ത തലപ്പാവ് ധരിച്ചുകൊണ്ട് കടന്നു വരികയാ. അല്ലാഹുവേ, അല്ലാഹുവേ, ആ ഭാഗ്യവന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ, ആ ഭാഗ്യവന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. കടന്നു വന്നിട്ട് റോഹന തൊണ്ടൻകുഴിയുള്ള പറിച്ചെടുക്കുമ്പോ വല്ലാത്ത അട്ടഹാസമാ, വല്ലാത്ത വേദനയാ, വല്ലാത്ത വേദനയാ, വല്ലാത്ത നമ്പരമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. മരിക്കുന്ന സമയത്തുള്ള വേദന, നമ്മുടെ സമീപത്ത് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുണ്ടാവാ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടാവാ. പക്ഷേ മരിക്കാൻ കിടക്കുന്ന മയ്യത്തൊരിക്കലും തന്റെ വേദന പറയാത്തതെന്താണെന്നറിയോ? റോഹനെ കൊണ്ടുപോകുമ്പോ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ അടുത്തുണ്ട്, നമ്മുടെ വായിലേക്ക് ഇങ്ങനെ വെള്ളത്തിന്റെ തുള്ളി വെച്ച് തുറന്നിറങ്ങും. അല്ലാഹുവേ, അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഹീമ നൽകണമെന്ന ഇടത് ഭാഗത്ത് കുടുംബക്കാരുണ്ടാവാ, പ്രിയപ്പെട്ട സന്താനങ്ങളുണ്ടാവാ. പക്ഷേ ഇന്നവരെ ഒരു മയ്യത്തും തന്റെ വേദന പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞിട്ടില്ലല്ലോ, തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞിട്ടില്ലല്ലോ. കാരണം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ, മരിക്കുന്ന സമയത്ത് അവസാനം മദനാനിയിൽ വന്നിട്ട് റോഹനെ കൊണ്ടുപോകുമ്പോ അതിന്റെ വേദന കാരണം നമ്മളെ പരിസരം മറന്നു പോവുകയാ. നമ്മളെ പ്രിയപ്പെട്ട ഭാര്യ വലതു ഭാഗത്ത് നിന്ന് പൊട്ടിക്കരയുന്നു, പക്ഷേ നമ്മൾ കാണുന്നില്ല പ്രിയമുള്ളവരെ. കാരണം എന്താണെന്നറിയോ? റോഹിനെ കൊണ്ടുപോകുന്ന വേദനയുടെ കാഠിന്യം കൊണ്ട് ഭാര്യയെ കാണുന്നില്ല, മക്കളെ കാണുന്നില്ല, ബന്ധുക്കളെ നമ്മൾ കാണുന്നില്ല. അങ്ങനെ റോഹനങ്ങനെ പറിച്ചെടുക്കുന്ന സമയത്താ ഇടത് ഭാഗത്തിലൂടെ കടന്നു വരുന്നതാരാ? ശപിക്കപ്പെട്ട പിശാച് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും, വേറെയണീനവനാട്ടുമ ബദിരീങ്ങളെ തുണ റബ്ബനാ ലാ ഇലാഹ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ശപിക്കപ്പെട്ട പിശാചാണ്. അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ. ഇബ്ലീസിന്റെ ശർറിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിന്റെ പ്രിയമുള്ളവരെ, മലക്കുകൾക്ക് ക്ലാസ് എടുത്ത മഹാനാണ്. 7 ആകാശത്തും 7 പേരുകളാ ഇബ്ലീസിനുള്ളത്. 7ാമത്തെ ആകാശത്തിൽ ആലിം എന്ന ഇബ്ലീസിന്റെ പേര്. മഹാനായ ജിബ്രീലിന് വരെ ക്ലാസ് എടുക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് ഇബ്ലീസ്. പക്ഷേ ഇബ്ലീസായത് എപ്പോഴാണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി ഇസ്ലാമിലേക്ക് ഒരു സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ആ സുജൂദങ്ങ് ചെയ്യാതിരുന്ന കാരണം കൊണ്ട്, ഒരൊറ്റ സുജൂദ് ചെയ്യാത്ത കാരണം കൊണ്ട് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ഇബ്ലീസ്. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ടവരെ, മുന്നത്ത് കൈവച്ചെന്ന് ചിന്തിക്ക്. പടച്ചതമ്പരാ, ആരോഗ്യം തന്നില്ലേ? അല്ല ആഫിയത്ത് തന്നില്ലേ? അല്ല നമ്മുടെ നല്ല ശരീരത്തിന് നല്ല ആരോഗ്യം തന്നില്ലേ? ഒരൊറ്റ സുജൂദ് ഒഴിവാക്കിയ കാരണം കൊണ്ട് ഇബ്ലീസിനെ പടച്ചതമ്പരാ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലോ ജീവിതത്തിൽ എത്ര സുജൂദ് നമുക്ക് നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പടച്ചു തമ്പുരാന്റെ പള്ളിയിൽ നിന്ന് ഹയ്യാനസ്സലാ വിജയത്തിന്റെ നിദാനമായ ഭാഗ്യന്റെ ധനികൾ കേൾക്കുമ്പോ സുജൂദ് ചെയ്യാൻ മടി കാണിക്കുന്നവരെ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒരൊറ്റ സുജൂദൊഴിവാക്കിയ കാരണം കൊണ്ടാ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോയതെങ്കിലോ അല്ലാഹുവേ, അല്ലാഹുവേ, എത്ര നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത്,
അല്ലാ, മരിക്കുന്നത് വരെ നമസ്കാരം നിന്ന് നമസ്കരിക്കാം നീ ഭാഗ്യം നൽകണേ അല്ലാ, അതിനുള്ള മനസ്സ് നൽകണേ അല്ലാ. ഒരുപാട് നമസ്കാരങ്ങൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടല്ലാഹുവേ, ഒന്നും മനഃപൂർവ്വമല്ല റബ്ബേ. എല്ലാ നീ മാപ്പ് നൽകണേ അല്ലാ, നീ മാപ്പ് നൽകണേ അല്ലാ, നീ മാപ്പ് നൽകണേ അല്ലാ. അസ്റായീലെ തൊണ്ടന്തയിൽ നിന്ന് ആത്മാവിനെ പറിക്കുമ്പോ ഇബ്ലീസ് കടന്നു വരികയാ. എങ്ങനെയാണ് കടന്നു വരുന്നതെന്നറിയോ? നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ രൂപത്തിലാ കടന്നു വരുന്നത്. പ്രിയപ്പെട്ട ഭാര്യ ധരിക്കുന്ന മാക്സ് ധരിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട ഭാര്യ ധരിക്കുന്ന പർദ്ദ ധരിച്ചുകൊണ്ട് ഇബ്ലീസ് കടന്നു വരികയാ. ദാഹം മൂത്തത് കൂട്ടിട് ഇബ്ലീസ് കൂസിന് കാട്ടിട്. കയ്യിലൊരു കൂസയുണ്ടാകും, കയ്യിലൊരു പാത്രമുണ്ടാകും. ആ പാത്രവുമായിട്ട് മരിക്കാൻ കിടക്കുന്ന മയ്യത്തിന്റെ സമീപത്തേക്ക് ശപിക്കപ്പെട്ട ലഅനത്തുല്ലാഹി പിശാച് കടന്നു വരുമ്പോ ആ സമയത്ത് നമ്മളങ്ങനെ ഇബ്ലീസിനെ കാണുകയാ, നമ്മൾ ധരിച്ചു പോവുകയാ. ഇത് എന്റെ പ്രിയപ്പെട്ടവരാണല്ലോ, ഇത് എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണല്ലോ എന്നുകൊണ്ട് പറയുന്ന മോനെ, നീ മരിക്കാൻ കിടക്കുകയാണല്ലോ പൊന്നുമോനെ, നീ മരിക്കാൻ കിടക്കുകയാണല്ലോ പൊന്നുമോനെ. അതുകൊണ്ട് ഈ പാത്രത്തിലുള്ള വെള്ളമൊന്ന് കുടിച്ചോ. ആരാണ് ആ സമയത്ത് വെള്ളം കുടിക്കാത്തവരോ? മുത്തായ നബി നമ്മൾ പഠിപ്പിച്ചത് കേൾക്കണോ? മരിക്കുന്ന സമയത്ത് ഈ പാരാവാരം പോലെ തെരഞ്ഞു കിടക്കുന്ന ദുനിയാവിലെ സമുദ്രത്തില് മുഴുവൻ വെള്ളം കുടിച്ചാൽ മരിക്കാൻ കിടക്കുന്ന മയ്യത്തിന്റെ ദാഹം തീരൂല. മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ആ സമയത്ത് ഇബ്ലീസ് ഭാര്യയുടെ രൂപത്തിൽ വന്നുകൊണ്ട് വെള്ളം കാണിക്കുമ്പോ അൻത ഇബ്ലീസ്, നീ ഇബ്ലീസാണടാ, നിന്റെ വെള്ളം എനിക്ക് വേണ്ട. ഉസ്താദുമാര് നിന്നെപ്പറ്റി വാഴ പറഞ്ഞു തന്നിട്ടുണ്ട്, മുത്തുനബി നിങ്ങൾക്ക് അതിനെപ്പറ്റി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അൻത ഇബ്ലീസ്, അൻത ലഅനത്തുല്ലാഹ്, നീ ഇബ്ലീസാണ്, നിന്റെ വെള്ളം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഹാപ്പി ഓടിക്കുന്ന ഭാഗ്യവന്ന അല്ലാഹുവേ, ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാ. അഥവാ ശപിക്കപ്പെട്ട പിശാചിന്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളമെങ്ങാണ് കൊടുത്തു കഴിഞ്ഞാ, എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞില്ലേ നമ്മുടെ ജീവിതം, കഴിഞ്ഞില്ലേ നമ്മുടെ നമസ്കാരം കബറടക്കിയില്ലേ, നമ്മുടെ നോമ്പ് കബറടക്കിയില്ലേ, നമ്മൾ ഓടി വെച്ച ഖുർആൻ കബറടക്കിയില്ലേ. എന്തിനാ പിന്നെ നമ്മൾ ഈ ദുനിയാവെ ജീവിച്ചത്? പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്തുപോയ സാലിഹായ കർമ്മങ്ങൾ എല്ലാം തകർന്നടിയുന്ന രംഗമാ. ശപിക്കപ്പെട്ട പിശാച് വന്നിട്ട് വെള്ളം വരുമ്പോ അതുകൊണ്ടാണ് മഹാന്മാരെ ദുആ ചെയ്തത്, അല്ലാഹുവേ ആഖിബത്ത് നന്നാക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ. നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശത്രുക്കളെ പിന്നാലെ കൂടിയപ്പോ, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പിന്നാലെ സിദ്ദീഖ് തങ്ങളെ വധിക്കാൻ വേണ്ടി ശത്രുക്കളെ പിന്നാലെ കൂടിയപ്പോ, നമ്മുടെ പിന്നൊരു ശത്രു കൂടിയാൽ അടുത്തുള്ള വീടിൽ ചെന്നിട്ട് അഭയം